ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സന്ധ്യ. അപ്പോൾ കേറ്ററ്റ് എന്ന് പറയുന്നത് മിക്കവർക്കും എന്താ ഇപ്പോൾ ഒരു ബാലികേറാ മലയായിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് കേറ്ററ്റ് 1-ൻ്റെയും 2-ൻ്റെയൊക്കെ മാത്സ് എങ്ങനെ പഠിക്കണം, എന്താണ് അതിൻ്റെ സിലബസ്, അതിൻ്റെ കുറച്ച് കണക്റ്റഡ് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാം. ഓക്കെ എന്താ മാത്സിൻ്റെ സിലബസ് വരുന്നതെന്ന് നോക്കിക്കേ. ഫസ്റ്റ് തന്നെ നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം, നമ്മൾ ആരാണെങ്കിലും മാത്സ് പഠിക്കുന്നത് ഫസ്റ്റ് എന്താ, നമ്പേഴ്സിൽ നിന്ന്. നമ്മൾ കുഞ്ഞു പിള്ളേർ വരെ എന്താ 1, 2 തുടങ്ങിയല്ലേ പഠിപ്പിക്കണം. അപ്പം നമ്പേഴ്സിൽ നിന്നാണ് പഠിപ്പിച്ച് തുടങ്ങുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? പ്ലേസ് വാല്യൂ ഉണ്ട്, ഓർഡറിങ് ഉണ്ട്, അഡീഷൻ ഉണ്ട്. പ്ലേസ് വാല്യൂ ഒക്കെ അറിയാമല്ലോ, എന്താണ് അതിൻ്റെ സ്ഥാനവില. ഇപ്പോൾ 39 ഈ നമ്പർ വന്നിട്ട് 3യുടെ പ്ലേസ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ എന്താ, ഇത് ടെൻസിൻ്റെ പ്ലേസിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് 30 ആണ് ഇതിൻ്റെ പ്ലേസ് വാല്യൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. പ്ലേസ് വാല്യൂ എന്താണ്, ഫേസ് വാല്യൂ എന്ന് ചോദിക്കുന്നത് എപ്പോഴും ആ നമ്പർ തന്നെയായിരിക്കും. അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പ്ലേസ് വാല്യൂ ഉണ്ട്, അതേപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളായിരിക്കും എന്തിൽ നിന്ന് ചോദിക്കുന്നത്, നമ്പേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. മൊത്തം 30 മാർക്കാണ് നമ്മുടെ മാത്സിന്, അതറിയാമല്ലോ അല്ലേ. കേറ്റിട്ട് 1-നും 2-നും 30 മാർക്കാണ്. അതിലൊരു 20 മാർക്കോളം നമുക്ക് എന്തായിരിക്കും നമ്മുടെ കണ്ടന്റ് ബേസ്ഡ്, ഒരു 10 മാർക്കായിരിക്കും പെഡഗോജി സെക്ഷനിൽ നിന്ന് വരുന്നത്. ഓക്കെ, പിന്നെന്താ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ വരുന്നത്. നെക്സ്റ്റ് എന്താ, ഫ്രാക്ഷൻസ് ഓഫ് എ മെഷർ സച്ച് ആസ് മീറ്റർ, ലിറ്റർ, ഗ്രാം, അതായത് നമ്മുടെ മെട്രിക് അളവുകൾ. അതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. മെട്രിക് അളവുകളായിട്ട് ഇപ്പോൾ ഡെസിലിറ്റർ, സെൻറ്റിലിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ അളവുകളുണ്ട്. പിന്നെ എന്താണ്, ഈക്വൽ ഫ്രാക്ഷൻസ്, അതിൻ്റെ ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെ ഡിവൈഡ് ചെയ്യാം, അങ്ങനെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. പിന്നെന്താ, ഡെസിമൽസ്, അതേപോലെ തന്നെ എന്താ, വോളിയം ഉണ്ട്, വെയിറ്റ് ഉണ്ട്. ഇങ്ങനത്തെ മെട്രിക് അളവുകൾ എന്നൊക്കെ ആയിരിക്കും എന്തിൽ നിന്ന് ചോദിക്കുന്ന, ഫ്രാക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, ജോമെട്രിയിൽ നിന്നല്ലേ എന്താ, പെരിമീറ്റർ ഓഫ് റെക്ടിലീനിയർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിഗൺസ് അല്ലേ. ഏതൊക്കെയാണ് നമുക്കറിയാം, ത്രികോണമുണ്ട്, അതേപോലെ ചതുരം, സമചതുരം, അങ്ങനെ ഒത്തിരി ഉണ്ട്, പഞ്ചഭുജങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി പോളിഗൺസ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താണ് ഏരിയ, അതിൻ്റെ പാറ്റേൺസ്, അങ്ങനത്തെ പല കാര്യങ്ങളാണ് ജോമെട്രി എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ചോദിക്കുന്നത്. പിന്നെ എന്താ, മെഷർമെൻറ്റ്സാണ് ചോദിക്കുന്നത്. ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ്, കപ്പാസിറ്റി, ആ ഒരു സെക്ഷനിൽ നിന്നൊക്കെ മണി പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഈ ഒരു മെഷർമെൻറ്റ്സ് എന്ന സെക്ഷനിൽ നിന്നായിരിക്കും. നെക്സ്റ്റ് എന്താ, പെഡഗോജി. അപ്പോൾ ഈ 20 മാർക്കോളം നമുക്ക് ആ ഒരു കുറച്ച് പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് സെക്ഷനിൽ നിന്നുള്ള 20 മാർക്ക് കിട്ടും. പിന്നെ ചോദിക്കുന്നത് എന്താ, പെഡഗോജി സെക്ഷനിൽ നിന്നാണ്. പെഡഗോജിയിൽ നിന്ന് എന്താ, നേച്ചർ ഓഫ് മാത്സ്, അബ്സ്ട്രാക്ഷൻ, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ചിൽഡ്രൻസ് തിങ്കിങ് ആൻഡ് റീസണിങ്, ലാംഗ്വേജ് ഓഫ് മാത്സ്. ഇതെല്ലാം എന്താണ്, നമ്മൾ ബി.എഡിനൊക്കെ പഠിക്കുന്ന, ബി.എഡും ടി.ടി.സിക്കൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏതൊരു സബ്ജക്റ്റിൻ്റെയും നമ്മളൊരു നേച്ചർ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ബി.എഡും ടി.ടി.സിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നോളും. നമുക്ക് അതൊക്കെ പഠിക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. അതേപോലെ പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കരിക്കുലം, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മളെല്ലാവരും എന്താണ് ലെസൺ പ്ലാൻ എഴുതുമ്പോൾ എഴുതുന്നല്ലേ, എയിംസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ നമ്മൾ എഴുതുന്ന. നമ്മൾ ഏത് ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും നമ്മൾ ആദ്യം എഴുതുന്നത് എന്താ, ലെസൺ പ്ലാൻ എഴുതുമ്പോൾ അതിൻ്റെ എയിംസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ എഴുതും. അതായിരിക്കും അങ്ങനത്തെ നമ്മൾ ആ ലെസൺ പ്ലാൻ തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അതായത് ഒരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ആ ഒരു കണ്ടന്റ് നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു, എന്തൊരു ഐഡിയ ആണ് കുട്ടിയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള അതൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം ഏതായിരിക്കും, LP UP സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ആ ഒരു ലെവലിലുള്ള മാത്സ് ഒക്കെ ചോദിക്കുകയുള്ളൂ. പിന്നെ എന്താ, ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ്, ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻസ് ആൻഡ് ദിയർ കോൺട്രിബ്യൂഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം കുറച്ചധികം മാത്തമാറ്റീഷ്യൻസിൻ്റെ അവർ പറയുന്ന കോഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അത് ഏതെങ്കിലുമൊക്കെ എപ്പോഴും അവരുടെ ബുക്സ് ഉണ്ടാകും, അല്ലെങ്കിൽ അവർ പറഞ്ഞ എന്തെങ്കിലും ഫേമസ് കോഡ്സ് ഒക്കെ ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെന്താ, പ്രോപ്പർ അപ്രോച്ച് ടു മാത്തമാറ്റിക്സ് ലേണിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രോപ്പർ ലേണിംഗ് ഓഫ് എക്സ്പീരിയൻസ് കീപ്പ് ഇൻ മൈൻഡ്. അതായത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്തൊരു ഐഡിയ അവരിലേക്ക് എത്തിക്കുന്നു, അതെങ്ങനെ നമ്മൾ എത്തിക്കാൻ പറ്റും. നമുക്ക് കുറേ മെത്തേഡൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ, നമ്മളെന്താ ബി.എഡ് പഠിക്കുമ്പോഴൊക്കെ അറിയാം, നമ്മൾ കുറേ ടീച്ചിങ് മെത്തേഡ് പഠിപ്പിക്കുന്നുണ്ട്. ഏത് മെത്തേഡിലൂടെ പഠിപ്പിക്കാനായിരിക്കും അവർക്ക് ആ കൺസെപ്റ്റ് പെട്ടെന്ന് എത്തുക. അങ്ങനത്തെ ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ലേണിംഗ് അപ്രോച്ചസിൽ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ, ഇതും അതേപോലെ തന്നെ ടീച്ചിങ് സ്ട്രാറ്റജീസാണ്. നമ്മൾ ഏത് മോഡൽസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മാത്സ് പഠിപ്പിക്കാറില്ല. ഇപ്പോൾ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരിക്കലും കുട്ടികളെ കൊണ്ട് നമ്മൾ ഡയറക്റ്റ് കാര്യങ്ങൾ പറയിപ്പിക്കാതെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഇന്ന പോർഷനാണെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത്, നമ്മൾ അവരെ കൊണ്ടാണ് പറയിപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ എന്താ, നമ്മുടെ 3D പിക്ചേഴ്സിനെ പറ്റിയാണെങ്കിൽ നമ്മൾ എന്താ ആ ഒരു കുറേ മോഡൽസൊക്കെ കാണിച്ച് അവർക്ക് ആ ഒരു കൺസെപ്റ്റ് എത്തിക്കുകയാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതെ, ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ടീച്ചിങ് ഓഫ് മാത്സ് നമ്മൾ എങ്ങനെയൊക്കെ പഠിപ്പിക്കാം എന്നുള്ള കണ്ടീഷൻസ്. ഓക്കെ, പിന്നെ ലേണിംഗ് മെറ്റീരിയൽസ് ആണ്. ഏതൊക്കെയാണ് നമ്മൾ ലേണിംഗ് മെറ്റീരിയൽ, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ, ടെക്സ്റ്റ് ബുക്കും അതേപോലെ ഹാൻഡ് ബുക്ക്. പിന്നെ എന്താ, IT
മാത്സ് ക്ലബ്ബ് IT നമ്മൾ ജിയോജിബ്രയൊക്കെ പഠിക്കുന്നില്ലേ, ഓരോ ഐഡിയാസും നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട്. ഇപ്പോൾ ജിയോജിബ്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നൊരു കാര്യം പഠിപ്പിക്കാനായിട്ട് ഏതൊരു ആപ്പ് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. കുറേ മാത്സിൻ്റെ കുറേ ടൂൾസ് ഉണ്ട്, കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിനെ പറ്റിയൊക്കെയാണ് ഈ ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതേപോലെ പസിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴേക്കും, അതേപോലെ നമ്മുടെ ക്ലബ്ബ് എന്തായിരിക്കും ഒരു മാത്സ് ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്നത്. ഓക്കെ, അടുത്ത എന്താ, മാത്സിൻ്റെ ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ എങ്ങനെ ഒരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യണം, എങ്ങനെ അവരെ ഡയഗ്നോസ് ചെയ്യണം, അവർ കാണിക്കുന്ന തെറ്റുകൾ എങ്ങനെ, അതിൻ്റെ എല്ലാത്തിനും ഈ ഒരു സെക്ഷൻ, പെഡഗോജി സെക്ഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് എന്തായിരിക്കും, ആപ്ലിക്കേഷൻ ലെവലായിരിക്കും. പിന്നെ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാമെന്ന് പറഞ്ഞാൽ ആ മാത്തമാറ്റീഷ്യൻസിൻ്റെ കോട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബാക്കി എല്ലാം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എങ്ങനെയാണ് ഒരു കുട്ടിയെ ഗ്രേഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ അത് ഡയഗ്നോസ് ചെയ്യും, അവർക്ക് എന്ത് റെമഡിയൽ മെഷേഴ്സ് കൊടുക്കണം. ഇപ്പോൾ ഒരു കുട്ടി മാത്സ് ചെയ്തപ്പോഴേക്കും പ്ലസും മൈനസും തമ്മിൽ തിരിഞ്ഞുപോയി, ആ കുട്ടിക്ക് അവിടെ എന്ത് റെമഡിയൽ മെഷറാണ് കൊടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ നിന്ന് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മാത്സിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ കേട്ടിട്ട് 1ൻ്റെയും 2ൻ്റെയും. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടിട്ട് 2ൻ്റെ സിലബസും. പക്ഷേ എന്താ, എല്ലാം കുറച്ചും കൂടി പ്രാക്ടിക്കൽ ലെവൽ, അതായത് ഒരു 8, 9, 10 വരെയുള്ള 10ാം ക്ലാസ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 2 പ്രതീക്ഷിക്കാം. കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഇതേപോലെ ഇതിൽ തന്നെ ഫ്രാക്ഷനും ഡെസിമൽസും ആ 2 സെക്ഷനിൽ നിന്ന് മാത്രമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഫ്രാക്ഷനിൽ നിന്ന് വരുന്നത്. നമുക്ക് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അയ്യോ ഇതെന്താന്ന് ഓർക്കും. ടൈം കളയാതെ ചെയ്യണം, അതാണ് നമുക്ക് കാര്യം. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 150 ക്വസ്റ്റ്യൻസും കൂടി കാണുമ്പോഴേക്കും നമുക്ക് ആകെപ്പാടെ അങ്കലാപ്പായിരിക്കും. പക്ഷേ ഇതൊക്കെ എന്താ, മാത്സൊക്കെ പെട്ടെന്ന് നമ്മൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടും. ഇത് നോക്കിക്കേ, ഇവിടെ ഈ ഒരു സംഭവത്തിന് എന്താ, മൊത്തത്തിൽ ഫ്രാക്ഷൻ തന്നിരിക്കുകയാണ് അല്ലേ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, 1 - 1/2 + 1/4 + 1/8. ഇതിൻ്റെ ആൻസർ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡിനോമിനേറ്ററിൽ ഡബിൾ ചെയ്തല്ലേ വരുന്നത്. ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്റർ എന്താ 2, 4, 8, 16, 32. അങ്ങനെ എത്ര നമ്പേഴ്സ് വന്നാലും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ നമ്പർ എടുത്ത് എഴുതുക, ഡിവൈഡ് ബൈ 1 മൈനസ് ചെയ്ത് മേളിൽ എഴുതുക. ഓക്കെ, അതായത് ഇത്രയും പോർഷൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 7/8 ആണ്. നമ്മൾ നോർമലി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും, പിന്നെ അതുമായിട്ട് 1/8 ചെയ്യും, പിന്നെ അതിനെ 1ൽ നിന്ന് മൈനസ് ചെയ്യും, ഒത്തിരി സമയം പോകും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഇങ്ങനെ റിപ്പീറ്റേഷൻ ആണെങ്കിൽ വരേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ 7/8 ആണ്. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 1 - 7/8 പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ എന്ത് വരും, ഇനിയിപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 8 - 7 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. 8ൽ നിന്ന് 7 പോയാൽ നമുക്കറിയാം 1 ഡിവൈഡ് ബൈ 8 ആൻസർ വരും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, ഇത് ഇത്രയും ചെയ്ത് സമയം കളയണമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഈ ക്വസ്റ്റൻ ആയിട്ട് എഴുതാം. ഇപ്പോൾ ഇത് തന്നെ 1 + 1/16 എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്ത് വരും ആൻസർ, 16, അതായത് 15 ഡിവൈഡ് ബൈ 16 എന്ന് വരും. ഓക്കെ അല്ലേ, അപ്പോൾ 1/18 വരും. 1/8 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. ഹൗ മെനി 1/4s ആർ ഇൻ 5 1/2 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 10ൽ എത്ര 2 ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസർ കിട്ടും 5 ആണെന്ന്. ഇവിടെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, 5 1/2ൽ എത്ര 1/4 ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം, 5 1/2ൽ എത്ര 1/4 ഉണ്ട്. ഇതല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 5 1/2ൽ എത്ര കാലുണ്ടെന്നുള്ളത്. ഇവിടെ നമുക്കറിയാം ഇതെന്താണ്, മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയാണ് കിടക്കുന്നത് അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ എന്താക്കി മാറ്റണം, ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാനായിട്ട് ഇത് എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 2 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും, ഡിവൈഡഡ് ബൈ 1/4. അതായത് ഇവിടുത്തെ ആൻസർ വരും 11/2 ഡിവൈഡഡ് ബൈ 1/4 എന്ന് വരും. ഓക്കെ, 2 ഫ്രാക്ഷൻ വരുമ്പോൾ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, 11/2 ഡിവൈഡഡ് ബൈ 1/4. 11/2 എന്ത് ചെയ്യണം, സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 ഫ്രാക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമുക്കറിയാം ഇതും ക്യാൻസലായി പോകും, ആൻസർ 2 വരും. 11 × 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ വരുന്നത് 22. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഹൗ മെനി 1/4s ആർ ഇൻ 5 1/2 എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യേണ്ടത് കൺസെപ്റ്റ് ഓർത്തിരുന്നാൽ മതി. 10ൽ എത്ര 2 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ 5 1/2 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും.
ഓക്കെ ഓക്കെ, നമുക്കെന്താ സർവീസിലിരിക്കുന്നവർക്ക് വലിയൊരു വമ്പൻ ചാൻസുമായിട്ട് നമ്മുടെ സർക്കാർ നമുക്കെന്താ ഒരു ചാൻസും കൂടി തന്നേക്കുവാണ് അല്ലേ കേറ്ററ്റ് എഴുതാനായിട്ട്. അതായത് കേറ്ററ്റിൻ്റെ പുതിയൊരു ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി സർവീസിലിരിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു വമ്പൻ ചാൻസ് ആയിട്ടിരിക്കുക. കാര്യം അവർക്ക് കഴിഞ്ഞ കേറ്ററ്റ് എഴുതി കിട്ടാത്തവരുണ്ട്, ഇനി കുറേ നാളായിട്ട് എഴുതി കിട്ടാത്തവർക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് അവർ മാത്രമേ ഉണ്ടാകുള്ളൂ ആ എക്സാമിന്. സോ അവർക്ക് വേണ്ടിയിട്ട് അപ്പം നമുക്ക് എന്താ കുറച്ച് സമയമുള്ളൂ. സെപ്റ്റംബറിലാണ് എക്സാം. ജസ്റ്റ് ഒരു 10-25 ദിവസമുണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ. 25 ദിവസം കൊണ്ട് നമുക്കിപ്പോൾ കേറ്ററ്റ് എഴുതുന്നവർക്കറിയാം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഒരു ഡൗട്ട്. ഈ ഇത്രയും കുറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് ഈ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് തീർക്കണം അല്ലേ. എല്ലാം നമുക്ക് ഒന്നേന്ന് പോലെ സിലബസ് മുഴുവൻ പഠിച്ച് കാണാപ്പാഠം പഠിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു 25 ദിവസത്തിനുള്ളിൽ നടക്കുന്ന കാര്യമില്ല. സോ ഞങ്ങളുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ പുതിയ കേറ്റഡ് സർവീസ് ഗുരു എന്ന് പറഞ്ഞ ഒരു 25 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ സിലബസ് ഞങ്ങളെല്ലാം പ്രിപ്പയർഡാണ്. നിങ്ങളിവിടെ എത്രയും പെട്ടെന്ന് ഇനി ഈ ഒരു കേറ്റഡ് നമുക്കൊരു വമ്പൻ ചാൻസ് ആയിട്ടിരിക്കുകയാണല്ലേ, അത് മിസ് ചെയ്യരുതാരും. സോ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എല്ലാം എന്താ നമുക്ക് ക്രാഷ് കോഴ്സ് ആകുമ്പോൾ എന്താ നിങ്ങൾക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാനുള്ളത് ഞങ്ങളിവിടെ നിന്ന് ഉറപ്പായിട്ടും തന്നിരിക്കും. സോ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കേറ്റഡ് സർവീസ് ഗുരുവിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇതെന്താ തന്നിരിക്കുന്നത്? കുറേ ഡെസിമൽ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ 4.2 ഇൻറ്റു 19.1 ഇൻറ്റു 5.6 ഇൻറ്റു 3.6 ഡിവൈഡഡ് ബൈ. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ആദ്യം ഒന്നെന്താ ഭയങ്കര കുറേ നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇവിടെ എത്രയാണ് പോയിൻ്റൊക്കെ നമുക്ക് വിട്ട് കളയാം. ഇവിടെ എത്രയാണ് 42ആണ്, ഇവിടെ എത്രയാണ് 21 ഉണ്ട്. അതായത് 21ൻ്റെ ഇരട്ടിയല്ലേ 42 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അടുത്ത എത്രയാണ് 19.1. 19.1ൻ്റെ ഇരട്ടിയാണ് ഈ 38.2 എന്ന് പറയുന്നത്. 56 നോക്കിയാൽ 56 ഉണ്ട്, ഇവിടെ ഒരു 56 ഉണ്ട്, ഇവിടെ 36 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്. 18ൻ്റെ ഇരട്ടിയാണ് 36. അതായത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം മേളിലും താഴെയുള്ളത് തമ്മിലെല്ലാം എന്താ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കേ 4.2ഉം 2.1ഉം. ഓക്കെ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ്. സോ നമുക്കതിനൊന്നും നോക്കണ്ട, ഡയറക്റ്റ് നമുക്ക് കട്ട് ചെയ്യാം. സോ ആൻസർ എത്ര വരും? 2.1 ഇൻറ്റു 2 ആണ് 4.2 എന്ന് പറഞ്ഞാൽ അവിടെ ആൻസർ 2 വരും. ഇനി നോക്കിക്കേ 19.1ഉം 13.2ഉം. ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റാണ്. അപ്പം നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, ഇവിടുത്തെ ആൻസർ എന്ത് വരും? 19.1 ഇൻറ്റു 2 ആണ് 38.2 എന്ന് പറയുന്നത്. ഇനി അടുത്ത 5.6, ഇവിടെ 0.56, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉള്ളൂ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വന്നിട്ടുണ്ട്. അടുത്ത നോക്കിക്കേ 3.6ഉം 1.8ഉം വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ്. സോ നമുക്കിത് ക്യാൻസലായിട്ട് ഇവിടെ 2 വരും. ഓക്കെ, ഇതും ക്യാൻസലായിപ്പോയി. ഇനി നമുക്ക് എന്തുണ്ട്? ഒരു 5.6ഉം ഉണ്ട്, ഒരു 0.56ഉം ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ പോയിന്റ് മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതായത് ഡിനോമിനേറ്ററിലല്ലേ നമുക്ക് പോയിന്റ് മാറ്റേണ്ടത്. പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 560 ഡിവൈഡഡ് ബൈ 56 എന്നാണ്. ഇതും കട്ടായിപ്പോയി ആൻസർ വരുന്നത് 10 ആണ്. സോ നമുക്ക് ഇതും കൂടി ആൻസർ 10 വരും. ഇനിയിപ്പോൾ എന്താ എല്ലാം കട്ടായി പോയില്ലേ, ബാക്കി നമുക്ക് എന്തുണ്ട്? ഒരു 2 ഉണ്ട്, ഒരു 10 ഉണ്ട്. 2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ബി ആൻസർ എന്താണ്? 20 വരും. ഓക്കെ, അപ്പോൾ നോക്കേണ്ടത് എന്താ, എപ്പോഴും ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഡിവൈഡ് ചെയ്യാനും നിൽക്കരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോൾ എന്തായിരിക്കും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും, അങ്ങനെ അവർ തരുള്ളൂ. അല്ലാണ്ട് അവർ ക്വസ്റ്റ്യൻ ഒന്നും തരത്തില്ല. നമ്മൾ ആ കണക്ഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ 1/5 + 1/2 എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 1/5 + 1/2 ക്രോസ് ചെയ്യുക, 2 പ്ലസ് ഇവിടെ ക്രോസ് ചെയ്ത് 5 വരും, ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ എന്ത് വരും? 7/10. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്ര സമയം കളയണോ നമുക്ക്? എളുപ്പവഴിയില്ലേ ഇതിന്? 1/5 + 1/2 ഇവിടെ പ്ലസ് ഇടുക, ഇൻറ്റു ഇടുക. അതായത് ന്യൂമറേറ്റർ 1 ആണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്ററാക്കി പ്ലസ് ചെയ്ത് 5ഉം 2ഉം 7 എഴുതുക, ഡിനോമിനേറ്ററായിട്ട് 5 × 2 എഴുതി 10 എഴുതുക. ഇത്രയും ഒരൊറ്റ സെക്കൻഡിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ്? ന്യൂമറേറ്റർ 1 ആണോ എന്ന് നോക്കുക. 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അങ്ങ് നേരെ ഒരു മാർക്ക് ചെയ്യുക, മേളിൽ പ്ലസ് താഴെ ഇൻറ്റു. ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് ന്യൂമറേറ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററാക്കി എഴുതുക. സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 7/10 ആണ്. ഓപ്ഷൻ ഡി വരും. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതും എന്താ നേരത്തെ പോലെ ഡെസിമലും ഒരു ഫ്രാക്ഷനൊക്കെ ആയിട്ട് തന്നിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് നമ്മൾ എന്താണ് റിലേഷൻ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ 5.72 2. ഇതെന്താ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് എ ആണെങ്കിൽ ഇതും എ ആണ്. സോ നമുക്കിതിന് എന്തെഴുതാം, എ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് ഇത് ബി ആണ്, നെക്സ്റ്റ് ബി ആണ്. സോ എന്ത് വരും, ഇത് ബി സ്ക്വയർ എന്ന് വരും. നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. സോ നമുക്ക് ന്യൂമറേറ്ററിൽ എങ്ങനെ എഴുതാം ഇതിനാ, 5.72 പ്ലസ് 2.28 ഇൻറ്റു 5.72 മൈനസ് 2.28 ഡിവൈഡഡ് ബൈ 5.72 പ്ലസ് 2.28. ഇതും സെയിം അല്ലേ. സോ നമുക്കെന്താ, അത് രണ്ടിനെയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമ്മുടെ ആൻസർ എന്ത് വരും, 5.72 മൈനസ് 5.72 മൈനസ് 2.28 മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, ഇവിടെ 12 നിന്ന് 8 കുറച്ചാൽ 4 വരും. ഇവിടെ കട്ടായി 6ആയി, 6 നിന്ന് 2 കുറച്ചാൽ 4, 5 നിന്ന് 3 കുറച്ചാൽ 5 നിന്ന് 2 കുറച്ചാൽ 3. സോ നമ്മുടെ ആൻസർ വരുന്നത് 3.44. ഓപ്ഷൻ സി 3.44 ആണ് നമ്മുടെ ആൻസർ. നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഫ്രാക്ഷൻ എപ്പോഴും എന്താ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററായിട്ട് നമ്മൾ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. അത് വെച്ച് വേണം, അത് മനസ്സിട്ട് വേണം നമ്മൾ ആ പ്രോബ്ലത്തിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഡയറക്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു ചെയ്ത് നിൽക്കരുത്. അങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും, പക്ഷേ അത്രയും സമയം നമുക്കുണ്ടോ, ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ഇവിടെയും അതേ ഒരു ടൈപ്പ് പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്താ നമുക്കറിയാവുന്ന ഇക്വേഷൻസിലേക്കൊന്നും അത് വരുന്നില്ല അല്ലേ. 5.4 ഇൻറ്റു 6.7 പ്ലസ് 3.3 ഇൻറ്റു 5.4, ഇവിടെ 7.7 സ്ക്വയർ മൈനസ് 2.3 സ്ക്വയർ, ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ നമുക്ക് എന്തൊക്കെയോ ചെയ്ത് മാറ്റാൻ പറ്റും അല്ലേ. സോ നമുക്കിതിനെ ന്യൂമറേറ്ററിൽ നോക്കിക്കേ, 5.4ഉം 5.4 രണ്ടിലും കോമൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തവണ അത് എഴുതിയാൽ മതി. ഇൻറ്റു 6.7 നടുക്കിടക്കുന്നൊരു പ്ലസ് അല്ലേ, ആ പ്ലസ് എഴുതുക, 3.3 ഡിവൈഡഡ് ബൈ നമ്മളെന്താ രണ്ടിലുള്ള 5.4നെ മാത്രം നമ്മൾ വെളിയിലേക്ക് എടുത്തു, ബാക്കിയുള്ളതിനെ എന്ത് ചെയ്തു, പ്ലസ് ചെയ്ത് എഴുതി. ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മളിവിടെ എന്ത് ഇട്ട് കൊടുക്കണം, മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി താഴെയുള്ള എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അത് എന്ത് വരും, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ നമ്മുടെ ആൻസർ എന്ത് വരും, 7.7 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ അല്ലേ. സോ നമ്മുടെ ആൻസർ 5.4 ഇൻറ്റു 6.7 പ്ലസ് 3.3 എങ്ങനെ വരും ആൻസർ, 6.7 പ്ലസ് 3.3, 7 3 10 ആണ്, 6 3 9, 9 1 10. സോ നമ്മുടെ ആൻസർ ഇവിടെ എന്ത് വരും, 10 വരും. ഡിവൈഡഡ് ബൈ 7.7 പ്ലസ് 2.3, അതും നമുക്ക് കിട്ടുന്ന ആൻസർ 10 ആണ്. ഇൻറ്റു 7.7 മൈനസ് 2.3, 7 നിന്ന് 3 കുറച്ചാൽ എന്ത് വരും, 4 വരും. 7 നിന്ന് 2 കുറച്ചാൽ 5, 5.4. നോക്കിക്കേ, ന്യൂമറേറ്റർ തന്നെയാണ് നമ്മുടെ ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. സോ ഇതെല്ലാം കൂടി ക്യാൻസൽ ആയിപ്പോയി നമ്മുടെ ആൻസർ വരുന്നത് 1. സോ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ തന്നിരിക്കുന്നതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 5.4നെ നമ്മൾ കോമൺ ആക്കി വെളിയിലേക്ക് എടുത്തു, ബാക്കി രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും എന്താ 10 കിട്ടി. ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ നമ്മൾ ആരും എന്താ പെട്ടെന്നൊന്നും ചിന്തിക്കില്ല ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.